കോൺഗ്രസ് പാർട്ടി പറയണം, ഞങ്ങൾ 10 കൊല്ലം UPA സർക്കാരായിട്ട് ഭരിച്ചു, 8 മന്ത്രിമാരായിരുന്നു കേരളത്തിന്, ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ കേരളത്തിന് വേണ്ടി ചെയ്തു പറയണം. ഞങ്ങൾ എന്ത് ചെയ്തില്ല, ഞങ്ങൾ എന്ത് ചെയ്തു, അത് ഞങ്ങൾ പറഞ്ഞോളാം. അത് പിന്നെ ലോക്സഭ ഇലക്ഷൻ സമയത്ത് ലോക്സഭ മത്സരിക്കുമ്പോൾ ഞങ്ങൾ മുമ്പോട്ട് വെച്ച് ഞങ്ങൾ റെക്കോർഡ് പറയാം. ആരാണ് ഹൈവേ ഉണ്ടാക്കിയത്, ആരാണ് വന്ദേ ഭാരത് ട്രെയിൻ സൃഷ്ടിക്കുന്നത്, ആരാണ് സ്റ്റേഷൻ നന്നാക്കുന്നത്, ആരാണ് ഇവിടെ PM കിസാൻ, PM ആയുഷ്മാൻ, PM പോഷൻ അഭിയാൻ അതെല്ലാം ചെയ്യുന്നത്. ശബരി റെയിൽ പദ്ധതി അതിൽ ഇപ്പോൾ കിഫ്ബി 1900 കോടി രൂപ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. കേന്ദ്രത്തിന്റെ ഒരു വിഹിതം എത്രയാണ്, എന്താണ് സംബന്ധിച്ചുള്ള വ്യക്തത? അത് നമ്മൾ അന്ന് 4 ദിവസം മുമ്പേ അശ്വിനി വൈഷ്ണവ്ജി നമ്മുടെ റെയിൽ മന്ത്രി പറഞ്ഞല്ലോ, ആദ്യം ആ പദ്ധതി ചവിട്ടി വെച്ചിരിക്കുകയായിരുന്നു ഇത്ര കൊല്ലം, അതിപ്പോ സമ്മതിച്ചു. പിന്നെ കിഫ്ബി അലോക്കേഷൻ ചെയ്തു എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും നല്ല എഡ്യൂക്കേറ്റഡ് വെൽ ഇൻഫോംഡ് മാധ്യമ സുഹൃത്താണ്, ഒന്ന് വായിക്കണം കിഫ്ബിയിൽ എത്ര കാശുണ്ട്. കിഫ്ബിയിൽ പലിശ കൊടുക്കാൻ ഗവൺമെന്റ് ഓഫ് കേരളയാണ് കാശ് കൊടുക്കുന്നത്. ആരെയാണ് ഇത് വിഡ്ഢി ആക്കുന്നത്? അല്ല, ശ്രീധരൻ സാറ് ഒരു അതിവേഗ ട്രെയിനിന്റെ DPR ഉണ്ടാക്കാൻ പോകുന്നു. മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങൾ ഇതിന് സമ്മതിക്കാൻ തയ്യാറാണ്, ക്യാബിനറ്റ് അപ്രൂവൽ. എന്നിട്ട് അതിന്റെ കാശോ 8% ബഡ്ജറ്റ് റവന്യൂവിൽ അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ കാശ്. അതിൽ അവർക്ക് ആശാ വർക്കേഴ്സിന് സാലറി കൊടുക്കാൻ കാശില്ല. എന്നിട്ടാണ് അതിവേഗ ട്രെയിൻ ഉണ്ടാക്കാൻ ഒരു പ്രോജക്റ്റ് സമ്മതം കൊടുക്കുന്നത്. ഇതെല്ലാം ഞാനൊരു ഉദാഹരണമായിട്ട് പറയണേ. കുടിവെള്ള പദ്ധതി, ഞാൻ ജൽജീവൻ മിഷൻ മന്ത്രിയായിരുന്നു. 100% കേരളത്തിന് എല്ലാ വീട്ടിനു വേണ്ടി കാശ് അഡ്വാൻസിൽ കൊടുത്ത സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ. ഇന്ന് 36 ലക്ഷം വീട്ടിൽ ഇന്നും കുടിവെള്ളം എത്തിയിട്ടില്ല. 6000 കോടി കോൺട്രാക്ടേഴ്സിന് ഇന്നും കാശ് കൊടുത്തിട്ടില്ല സംസ്ഥാന സർക്കാർ. അപ്പൊ പദ്ധതികൾ കൊടുക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ ബഡ്ജറ്റിൽ പദ്ധതി കൊടുത്തിട്ടില്ല, കൊടുത്ത പദ്ധതി അവർക്ക് നടപ്പിലാക്കാൻ കഴിയില്ല. എന്നിട്ട് ഇലക്ഷന്റെ 45 ദിവസം മുമ്പ് ഈ നാടകം, ഈ വിഡ്ഢിയാക്കുന്ന രാഷ്ട്രീയം അവിടെ നിർത്തണം എന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. ഇനി ധൈര്യം ഉണ്ടെങ്കിൽ, കരുത്തുണ്ടെങ്കിൽ പറയാ, ഞങ്ങൾ ഇത് ചെയ്തു, ഇനിയും ചെയ്യാൻ പോകുന്ന ഈ കാര്യങ്ങളാണ്, ഇതിന്റെ ഫൈനാൻഷ്യൽ കപ്പാസിറ്റി ഞങ്ങളുടെ അടുത്ത് ഇതാണ് ഞങ്ങളുടെ ഇക്കണോമിക് വിഷൻ. വേണ്ടാതെ ജനങ്ങളെ വിഡ്ഢിയാക്കി ഓരോരോ കളി. കിഫ്ബി അലൊക്കേഷൻ, കിഫ്ബിന് അവരുടെ പലിശ കൊടുക്കാൻ കാശില്ല, എന്നിട്ടാണ് കിഫ്ബി അലൊക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. ആരെയാണ് വിഡ്ഢിയാക്കുന്നത്? ശബരി റെയിൽ ഓണാവോ? ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതെല്ലാം നടക്കാൻ സാധ്യതയുണ്ട്. ഈ സാധ്യതയെ യാഥാർത്ഥ്യമാക്കാൻ ഇവിടെ ഒരു BJP NDA സർക്കാർ വന്നാൽ മാത്രമേ ഇത് നടക്കുള്ളൂ.